തലചായ്ക്കാൻ ഒരു വീട് സ്വന്തമാക്കണമെങ്കിൽ സ്വന്തമായി ഭൂമി വേണം. 3 നിർധന കുടുംബങ്ങൾ പ്രതീക്ഷയേറ്റ് നിൽക്കുമ്പോഴാണ് അവർക്ക് രക്ഷകനായി ജോയി എത്തിയത്. കോതമംഗലം വെറ്റിലപ്പാറയിൽ കർഷകനാണ് ജോയി. മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നംകുട്ടിയുടെയും ആഗ്രഹമാണ് ജോയി സഫലീകരിച്ചത്. പിതൃസ്വത്തായി കിട്ടിയ ഭൂമി 3 കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകാൻ ജോയി തീരുമാനിച്ചു. 15 സെന്റ് സ്ഥലമാണ് ജോയി നൽകിയത്. ജോയിയുടെ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുഴിയിലാണ് ഭാഗിച്ചു നൽകിയ സ്ഥലമുള്ളത്. അർഹതപ്പെട്ട 3 പേർക്കാണ് സ്ഥലം വിട്ടു നൽകിയതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ജോയി പ്രതികരിച്ചു. ഈ കാണുന്ന 5 സെന്റ് സ്ഥലമാണ് 3 പേർക്ക് വീട് വെക്കാൻ വേണ്ടി അർഹതപ്പെട്ട 3 പേർക്ക് കൊടുത്തു. അവർക്ക് വീടില്ല, സ്ഥലം മാത്രം ഇല്ലാത്ത പേരിൽ അവർക്ക് വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ്, ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ്. പലരും വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ സ്ഥലം ഇല്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായിപ്പോയി. വന്ന് സന്തോഷത്തോടെ തീർത്ത് നമുക്ക് നല്ല സന്തോഷം. ജോയിക്ക് പിന്തുണയുമായി ഭാര്യ ലിസിയും മക്കളായ അമൽ, അനിത, അരുൺ എന്നിവരും ഒപ്പമുണ്ട്. നിർധന കുടുംബങ്ങൾക്ക് തണലായ ജോയിയും കുടുംബവും ഏവർക്കും മാതൃകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നയനാണ് നമ്മുടെ കൂടെയുള്ളത്. സ്നേഹ, ഈ സ്വത്ത്, ഭൂമി സ്വത്ത്, അതോടൊപ്പം തന്നെ സ്വർണം, മറ്റ് കുടുംബ പ്രശ്നങ്ങൾ, ഇതൊക്കെ എത്രയോ തവണ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ മുന്നിൽ നിൽക്കുന്നത്. നല്ല അയൽക്കാരനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ കഥകളിലും സിനിമകളിലുമൊക്കെ നിരവധി കഥാപാത്രങ്ങളായിട്ടൊക്കെ കാണാറുമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും അത്തരത്തിലൊരു അയൽക്കാരൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതുപോലെ തന്നെയാണ് ഈ ജോയിയുടെ കാര്യം എന്ന് പറയുന്നത്. 3 നിർധനരായ കുടുംബങ്ങൾ ഈ ജോയി താമസിക്കുന്ന വീടിൻ്റെ 1 കിലോമീറ്ററിനപ്പുറം താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് സ്വന്തമായി വീട് എന്നുള്ളത് ആ 3 കുടുംബങ്ങൾക്കും ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു. പക്ഷേ ആ വീട് വെക്കണമെങ്കിൽ സ്വന്തമായി ഒരു സ്ഥലം അവരുടെ പേരിൽ തന്നെ വേണം. അപ്പോൾ ഈ സാമ്പത്തികം ഒരു പ്രതിസന്ധിയായി തന്നെ വന്നതുകൊണ്ട് അതിന് പണം കണ്ടെത്തുക എന്നുള്ളത് ആ 3 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോഴാണ് ഈ ജോയി ഒരു ഹീറോയുടെ രൂപത്തിൽ അവിടെ എത്തുന്നത്. അപ്പോൾ പിതൃസ്വത്തായി കിട്ടിയ ഒരു ഭൂമിയാണ്, 15 സെന്റ് സ്ഥലമാണ് ഈ 3 കുടുംബങ്ങൾക്കായി ഭാഗിച്ച് നൽകിയത്. ഇപ്പോൾ നമുക്ക് ഈ പിതൃസ്വത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് മക്കളൊക്കെ തന്നെ തമ്മിൽ തല്ലുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആർക്ക് കൂടുതൽ വീതം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു കാലഘട്ടത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യം ഒരു മാതൃകയാകുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. ജോയിയുടെ ഭാര്യ ലിസിയും അതുപോലെ തന്നെ ഈ 3 മക്കളും അതിനെ സപ്പോർട്ട് നിന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും 3 കുടുംബങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ്. അവർക്ക് ജോയി ഒരു തണൽ ഒരുക്കിയിരിക്കുകയാണ്. ജോയി എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും മാതൃകയാണ്. ഇപ്പോൾ 15 സെന്റ് ഭൂമി നൽകിയതിൽ ജോയും സന്തുഷ്ടവാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന് ആ നന്മ നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും ആഗ്രഹിക്കാനുള്ളത്. എന്തായാലും ജോയിയുടെ മാതൃക അത് നമ്മുടെ ഒരു മനം കുളിർക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. സ്വത്തിന്റെയൊക്കെ പേരിൽ തമ്മിൽ തല്ലുന്ന, അയൽക്കാർ തമ്മിൽ ശത്രുക്കളാകുന്ന, അതിന്റെ പേരിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇങ്ങനെ നല്ല പ്രവൃത്തി ചെയ്ത് ജോയിയും അദ്ദേഹത്തിന്റെ കുടുംബവും മാതൃകയാകുന്നത്. ശരി സ്നേഹ.